ഇതിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങളല്ല, ഒരു മാന്ത്രിക പെട്ടിയാണ്. ജാഡു ക പിത്താര എന്ന് ഹിന്ദി പറയും, നമ്മളെ മാന്ത്രിക പെട്ടി. ഏകദേശം ആദ്യത്തെ ലെവലിൽ 64ഓളം കളികളുണ്ട്. 64 കല, 64ഓളം കളികൾ, എത്ര വേണമെച്ചാലും കളികൾ കൂട്ടാം. അതിലൂടെ കുട്ടിയുടെ വ്യത്യസ്തമായ കഴിവുകൾ, കുട്ടി വൈകുന്നേരം വന്നാലും ആ കളികളിലൂടെ പലതും അഭ്യസിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ സാംസ്കാരികമായ കുട്ടിയുടെ മാനസികമായ ഉല്ലാസം, ജോയ്ഫുൾ ലേണിംഗ്, ലേണിംഗ് വിത്ത് പ്ലേയിങ്, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ലേണിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നു? കളിയിലൂടെ പഠിക്കുന്നു. അതുപോലെ തന്നെ കഥയിലൂടെ പഠിക്കുന്നു, പാട്ടിലൂടെ പഠിക്കുന്നു. പാട്ട് പഠിക്കുകയല്ല, പാട്ടിലൂടെ പഠിക്കുക. കഥ പഠിക്കുകയല്ല, കഥയിലൂടെ പഠിക്കുക. കളിയിലൂടെ. അപ്പോൾ കളി വളരെ പ്രധാനപ്പെട്ട പലതരം കളികൾ. മാനസിക ഉല്ലാസമാണ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് 3ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ എത്രയായി? 69, 10 വയസ്സാകുന്നത് വരെ കുട്ടി എന്തായിരിക്കണം? കുട്ടി കളിക്കണം. ആ കളിയിലൂടെയാണ് എല്ലാം പഠിക്കേണ്ടത്. അതുപോലെയാണ് 3ാം ക്ലാസ് വരെയുള്ള, അതായത് ഈ KG മേഖലയിലുള്ള പുസ്തകങ്ങൾ, ECCE, അതുപോലെ തന്നെ 1, 2 ഇത്രയും പാഠങ്ങൾ കളിക്കാൻ ആണ് പ്രാധാന്യം. കളിയിലൂടെയാണ് പഠനം.